ഹായ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ടുള്ള, വളരെ ഹ്യൂമറസും അതുപോലെ തോട്ട്ഫുള്ളും എന്നാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കേസ് ഞാൻ നിങ്ങളായിട്ട് പറയാം. നമുക്കറിയാം, ഡ്യൂറക്സ് എന്നുള്ളത് ഒരു കോണ്ടം ബ്രാൻഡാണ്. അവരുടെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും ആ ഒരു യൂസേഴ്സ് ആയിട്ട് ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ ഒരു കാറ്റഗറിയിൽ അവർ വരുന്നത്. അപ്പോൾ അവർ ചെയ്ത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് 20 വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ അവർ ജനിച്ച സമയം ഏകദേശം അതൊരു 90s ഒരു 80s ആ ഒരു ടൈമിലായിരിക്കും അതിന് പ്രധാനമായിട്ട് ആ ഒരു കാറ്റഗറി ഓഫ് ഗ്രൂപ്പ് ആൾക്കാർ ജനിച്ചത്. അവരുടെ ഇമോഷൻ റിലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരൊരു മാർക്കറ്റിംഗ് കൊണ്ടുവന്നു. അതായത് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ 90s കിഡ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ 1990 80s കിഡ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ കുട്ടിക്കാലത്തുള്ള ഒരു ഗെയിമാണ് സൂപ്പർ മാരിയോ എന്ന് പറയുന്നത്. ഈ സൂപ്പർ മാരിയോനെ വളരെ രസകരമായിട്ട് അവരവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. വളരെ രസകരമായിട്ടാണ് അവരതിന് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഹ്യൂമറസും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു അത്. Hola, ¿cómo estás? Ding, 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 ding. Wait a minute. Who are you? Okay. Hola, ¿cómo estás? So nice to meet you. അപ്പോൾ ഈ കണ്ട പോലെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇമോഷൻ എവിടെയാണ് ആ ഒരു ഇമോഷൻ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറാണ് നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമറിൽ എത്ര കോമ്പീറ്റർ ഉണ്ടെങ്കിലും അത് പ്രശ്നമല്ല, എത്ര കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിലും അത് പ്രശ്നമല്ല. അതിനെ യുണീക്കായിട്ട് സ്പേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഇമോഷന് കൃത്യമായിട്ട് ഓരോ സ്പേസിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫെയിലിയർ ആയിരിക്കും. സോ അതിന് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കുക.